പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓരോ നിമിഷവും തോൽക്കുന്നത് ചൈനയാണ്. ഇന്നലെ നമ്മുടെ 15 നഗരങ്ങളിലേക്ക് പാകിസ്ഥാൻ ചൈനയുടെ മിസൈലുകൾ ഉൾപ്പെടെ അയച്ചു. നമ്മളെല്ലാം തകർത്ത് ഒരെണ്ണം പോലും നമ്മുടെ മണ്ണിൽ വീണ് ഒരു പുൽക്കൊടി പോലും കത്തിപ്പോയില്ല. എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ പാകിസ്ഥാനിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. എല്ലാം ലക്ഷ്യത്തിൽ ചെന്ന് കണ്ടു. ചൈന നിർമ്മിച്ച HQ-9 $3 മില്യൺ കൊടുത്ത് പാകിസ്ഥാൻ വാങ്ങിച്ച ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെയും ഒക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ചൈനയുടെ വമ്പൻ വ്യോമ അവരുടെ അയൺ ഡോം ചൈന ഉണ്ടാക്കിയ അയൺ ഡോം ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഒരു ഈച്ച പോലും പറക്കത്തില്ലെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ നോക്കുക നമ്മുടെ മുഴുവൻ പറന്ന് അവിടെ ചെന്നു എന്ന് മാത്രമല്ല, ചൈന കൊടുത്തിട്ടുള്ള അവാക് സംവിധാനം, എയർ ഡിഫൻസ് സംവിധാനമൊക്കെ നമ്മൾ തകർത്തു. 1800 കോടി രൂപയുടെ ഒരു എയർ ഡിഫൻസ് സംവിധാനം തകർത്തു. അപ്പോൾ ഞാനൊരിടത്ത് വായിച്ചത് ഈ ചൈന പാകിസ്ഥാന് എയർ ഡിഫൻസ് സംവിധാനം എന്ന് പറഞ്ഞ് കൊടുത്തത് ഡിഷാൻറ്റിനെ ആയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും അതുകൂടാതെ ചൈനീസ് മിസൈലുകൾ ഇന്ത്യയിലേക്ക് അയച്ചു. ഒരു കേടുപാടും പറ്റാതെ, തറയെ വീണിട്ടും ഒരു കേടുപാടും പറ്റാതെ അതേപടി കിട്ടിയിട്ടുണ്ട്, പൊട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും ചൈന പാകിസ്ഥാനെ തേച്ചൊട്ടിച്ചതാണോ അതോ ഇത്രയ്ക്കേ ഉള്ളോ ചൈന? സത്യത്തിൽ ഈ ചൈന കുറേ ആക്രി കൊടുത്തതായിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധതന്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്. ദേശീയ ചാനലുകളിൽ വന്നിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സംഭവിച്ചത് ലോകരാഷ്ട്രങ്ങളും പഠിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളിലെ പ്രതിരോധ തന്ത്രജ്ഞരും ഈ സംഭവിക്കുന്നതൊക്കെ അമേരിക്കയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാവും ഏതൊക്കെ ചൈനയുടെ സാധനമാണ് വർക്ക് ചെയ്യാതെ പാഴായി പോയതെന്ന്. കാരണം ചൈനയുടെ ആയുധങ്ങൾ 1962 യുദ്ധത്തിന് ശേഷം ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല. ചൈനയുടെ ആയുധങ്ങൾ 1962 ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് വരെയുള്ളതാണല്ലോ. ചൈന എപ്പോഴും അവകാശപ്പെടുന്നത് അത്യാധുനിക ആയുധങ്ങളാണ് ഞങ്ങൾ വികസിപ്പിച്ചത്, മറ്റേനെ വെട്ടിച്ചു, അമേരിക്കയുടെ അതിനെ വെട്ടിച്ചു, ഫ്രാൻസിന്റെ എന്ന്. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ടായിരുന്നു ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാന് കൊടുത്ത ആക്രയാണെന്ന് അറിഞ്ഞിട്ട് ഇവിടുത്തെ സഖാക്കള് തീരുമാനിച്ചിട്ടുണ്ട് ഇനി K4 മിസൈലൊക്കെ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് അങ്ങോട്ട് ചൈനയ്ക്ക് കൊടുക്കാം എന്ന് ഇവിടുത്തെ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ തമാശ ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ചൈനയുടെ ആക്രി കൊടുത്തതല്ല, ഒറിജിനൽ ചൈനയുടെ കയ്യിലുള്ള ഇത് തന്നെ ആണെങ്കിലോ? എക്സാക്ട്ലി. ഇത് ഒറിജിനൽ. ഇതിൽ കുറച്ച് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നേരത്തെയുള്ള അവാക്സ് ഒരെണ്ണം തകർത്തതായിട്ട് ആകെ 5 എണ്ണം ആണ് കയ്യിലുള്ളത്. ഒരെണ്ണം പോയി എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. PL-15E ഇന്ത്യയിൽ വീണിട്ട് മിസൈലുകൾ പൊട്ടാതെ കിടപ്പുണ്ട്. 3 എണ്ണം. ഇപ്പോൾ ഇന്ന് ഹോഷിയാർപൂരിൽ കണ്ടതും PL-15E ആണ്. അതിൻ്റെ അകത്തുള്ള സീരിയൽ നമ്പറും ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന സീക്കർ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ PL-15 കൊടുത്തിട്ടുണ്ടെന്ന് ആദ്യം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. PL-15 എന്ന് പറയുന്നതാണ് അവരുടെ ബാരക്കുകൾ, അവരുടെ പട്ടാളക്കാർ ഉപയോഗിക്കുന്നത് PL-15 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന 3 എണ്ണം PL-15E എന്ന് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എക്സ്പോർട്ട് വെറൈറ്റിയാണ്. അതിൻ്റെ PL-50 എക്സ്പോർട്ട് എന്ന് പാകിസ്ഥാനോട് പറഞ്ഞ കാരണം എക്സ്പയർഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ അവരുടെ കയ്യിലുള്ളത് 250 കിലോമീറ്റർ റേഞ്ചൊക്കെ ഉണ്ട്. ഇത് 145 കിലോമീറ്റർ റേഞ്ച് മാത്രം ഉള്ളതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് തൊടുത്ത് വിടേണ്ട മിസൈലാണിത്. ഒരെണ്ണം പോലും ഇഫക്റ്റീവായില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ PL-15 കന്നി അംഗം ആയിരുന്നു ഇന്ത്യയിലത്തത്. അപ്പോൾ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ തുർക്കിയുടെ ബെറാക്ടർ എന്ന് പറഞ്ഞാൽ യുക്രൈനിൽ നന്നായിട്ട് ഇഫക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഡ്രോണുകൾ പിന്നെ വേറെ രാജ്യങ്ങളും മേടിക്കാൻ തയ്യാറായത്. റഷ്യ ഇപ്പോൾ ബ്രഹ്മോസ് എന്ന് പറയുന്നത് റഷ്യയും നമ്മളും സംയുക്തമായിട്ടാണ്. അപ്പോൾ ബ്രഹ്മോസിൻ്റെ തത്തുല്യ വെറൈറ്റി യുക്രൈനിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മോസും ആർക്കും മേടിക്കാം എന്നും. അപ്പോൾ ഇനി ഈ മിസൈൽ ആരും മേടിക്കില്ല ചൈനയുടെ. കാരണം അത് കന്നി അംഗത്തിൽ തന്നെ ആക്രയാണെന്ന് തെളിയിച്ചു ഈ PL-15E എന്ന് പറയുന്ന സംഗതി.
പിന്നെ JF-17 എന്ന് പറയുന്ന വിമാനത്തിൽ നിന്നാണ് ഈ PL-15 അല്ലേ ഇവിടെ അയച്ചിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ JF-17 എന്ന് പറഞ്ഞ വിമാനത്തിൻ്റെ തന്നെ ക്വാളിറ്റിയെ പറ്റി ബലമായ സംശയങ്ങളുണ്ട്. പിന്നെ ഈ എവാക്സ് അവരുടേത് 2DK03 എന്ന് പറഞ്ഞ എവാക്സ് സിസ്റ്റമാണ് കൊടുത്തിരുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം 2024 ചൈന കൊടുത്ത എവാക്സ് ഒക്കെ റിട്ടയർ ചെയ്യിച്ചതാണ് എന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മറ്റേ നമ്മൾ വെടിവെച്ച് തകർത്തതും ഈ എവാക്സ് സിസ്റ്റം തന്നെയാണോ ചൈനയുടെ എന്ന് സംശയമുണ്ട്. അല്ല, ഇപ്പോൾ നേരത്തെ ഈ അന്താരാഷ്ട്ര സൈറ്റുകളിലൊക്കെ പറയുന്നു, സംശയം ചോദിക്കുന്നു, ചൈന പാകിസ്ഥാന് ഏറ്റവും ആക്രി കൊടുത്തോ എന്ന് സംശയം ചിലരൊക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നല്ല സാധനം കൊടുക്കാതെ പാകിസ്ഥാന് മോശം സാധനം ചൈന കൊടുക്കുന്നത്? നല്ല സാധനം കൊടുക്കാത്തത് എന്നുള്ള വേർഷനാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആക്രി എന്ന് പറയുന്നത് കളിയാക്കാൻ പറയുന്നതാണ്. ഇവിടെയും ചീപ്പായിട്ട് കുറേ ചൈന ലേബർ ചീപ്പായതുകൊണ്ട്, കാരണം തൊഴിലാളി സഖാക്കൾക്ക് വേതനം മര്യാദയ്ക്ക് കൊടുക്കില്ലല്ലോ, ചോദിക്കാൻ പറ്റും, പാർട്ടിയല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചീപ്പായിട്ട് കാര്യങ്ങൾ പല സ്ഥലത്തേക്കും കയറ്റി വയ്ക്കുന്നുണ്ട്, കളിപ്പാട്ടായാലും പല സംഗതികളും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെയും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ അന്തർവാഹിനികൾ ഉപയോഗിച്ച് യുദ്ധക്കപ്പലുകൾ അവിടുന്ന് കിട്ടിയത് 50%, ഇനി അവിടുന്നൊന്നും അയക്കണ്ട എന്ന് പാകിസ്ഥാൻ ബോധിച്ചു. ഇതൊന്നും എഫക്റ്റീവ് അല്ല, എല്ലാം വെടിവെച്ചിടുന്നു, ഇല്ലേ തകർന്നു പോകുന്നു. ഈ എവാക്സ് ഉൾപ്പെടെ, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ HQ, അതായത് ഈ ആയുധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ചൈനയുടെ ഒന്നും എഫക്റ്റീവ് ആയിരുന്നില്ല. പിന്നെ ഇന്നലെ വിദഗ്ധന്മാർ പറയുന്നുണ്ടായിരുന്നു, ഈ അയച്ച മിസൈൽ ഉണ്ടല്ലോ ചൈനയുടെ, ഇത് വേറെ സ്ഥലങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, തെക്കോട്ട് പോകാൻ വടക്കോട്ട് പോകും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇത് എവിടെയൊക്കെയോ വന്ന് വീണിരിക്കുന്നു. ഓഷിയാർപൂർ പാടത്തൊക്കെയാണല്ലോ ഇത് വന്നിരിക്കുന്നത്. വ്യോമതാവളങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അയച്ചിരിക്കുന്നതൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക്, ബീരാൻകുട്ടിയുടെ കടയിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്. ഓഷിയാർപൂർ പിന്നെ ജയ്സാൽമീർ വ്യോമതാവളത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഗൈഡഡ് ആയിരിക്കേണ്ടത്. തകർത്ത് ഇത്രയും നമ്മുടെ സിസ്റ്റത്തിന്റെ ഇടയ്ക്ക് നിന്ന് ഒരെണ്ണമെങ്കിലും രക്ഷപ്പെടണ്ടേ. നമ്മൾ ഹൂത്തികൾ അയക്കുന്ന ഇതെങ്കിലും ഒരെണ്ണെങ്കിലും പോയി അവിടെ വീണ് ഗർത്തങ്ങൾ ഉണ്ടാക്കും. ആ ഹൂത്തികൾ ഈ ഉണ്ടാക്കുന്ന അവിടുത്തെ വാട്ടർ സപ്ലൈയുടെ പൈപ്പൊക്കെ മുറിച്ചെടുത്ത് അതിനകത്ത് വെടിമരുന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹമാസ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഫൈബർ പൈപ്പുകളൊക്കെ അവിടെ വീടിൻ്റെ പൈപ്പൊക്കെ മുറിച്ചുകൊണ്ട് പോകും, എന്നിട്ട് അതിനകത്ത് വെടിമരുന്ന് നിറച്ച് അറ്റത്തൊരു വാർഹെഡും വെച്ചിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത്. അത്രയും പോലും ഇല്ല ചൈനയുടെ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചൈനയുടെ ഒരു ആയുധവും യുദ്ധ അനുഭവം ചൈനയുടെ ആയുധങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ 1962 ശേഷം അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ വെയ്ബോ എന്ന് പറഞ്ഞ സൈറ്റ് ആപ്പാണത്. വെയ്ബോ ആപ്പ് 9 കോടി സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ യുദ്ധകാര്യങ്ങളൊക്കെ അവർ നമ്മുടെ വിമാനങ്ങൾ മുഴുവൻ അവരുടെ വിമാനവും മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നാണ് വെയ്ബോ ആപ്പ് ഈ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കാരണം അവർക്ക് നാണക്കേട്, അവരുടെ ആയുധങ്ങൾ മുഴുവൻ ഇവിടെ വെടിവെച്ചിട്ടു എന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ. അതുകൊണ്ടായിരിക്കുന്നു തോന്നുന്നു ഇന്നത്തെ പ്രസ്താവനയിൽ അവർ ഞങ്ങൾ ഭീകരതയ്ക്കെതിരാണെന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്കറിയാം ഇതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണെന്ന് പാകിസ്ഥാൻ ഇനിയും യുദ്ധം ചെയ്താൽ പാകിസ്ഥാനിൻ്റെ പണി തീരുമെന്ന് ചൈനയ്ക്ക് മനസ്സിലായി. പക്ഷേ വേറൊരു കാര്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ചൈന വമ്പൻ ശക്തിയാണ്, ചൈനയ്ക്ക് ഭയങ്കര ആയുധമുണ്ട് എന്നൊക്കെ ഒരു പ്രൊപ്പഗാൻഡ. അതൊരു സ്വപ്നം, ചൈനയുടെ സ്വപ്നം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ചൈനയുടെ കയ്യിലില്ലേ? ചൈനയുടെ കയ്യിലുള്ളതൊക്കെ ഇതൊക്കെ തന്നെ ഈ ടൈപ്പ് സാധനമാണ്. കാരണം ആയുധം നമ്മളിപ്പോൾ വണ്ടി വാങ്ങിച്ചാലും വണ്ടി ഓടിച്ചിട്ടത് നന്നായിട്ട് ഓടിയാലല്ലേ ഗുണമുള്ളൂ. ഇവർ കുറേ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അവരുടെ ഈ ഗ്ലോബൽ ടൈംസ് തുടങ്ങിയിട്ടുള്ള പത്രങ്ങളിലൊക്കെ ഇത് എഴുതി വിടുകയാണല്ലോ, ഞങ്ങൾ ഭയങ്കര സാധനം ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ അന്തർവാഹിനികൾ വന്ന 8 എണ്ണത്തിൽ 2 എണ്ണമേ തൽക്കാലം ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് പാകിസ്ഥാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാകാം. അപ്പോൾ അവർ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഈ ചെറുതേതെന്ന് നോക്കിയിട്ട് വില കുറഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടായിരിക്കും ഈ വരുന്നത്. ഏതായാലും ഇതിനകത്ത് പാകിസ്ഥാൻ മാത്രമല്ല,
ചൈന വലിയ മഹാശക്തിയാണെന്ന് കരുതിയിരിക്കുന്നവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി കൂടിയാണ്. ചൈന ഇത്രയ്ക്കേ ഉള്ളെന്ന് മനസ്സിലായി. മുമ്പ് ഈ പെട്ടെന്ന് ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞപ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. പുള്ളി എന്തൊരു വല്ലാത്ത വാചകം പോലെ നമ്മൾ റോഡ് കൂടി നടക്കുമ്പോൾ വലതുവശത്തോട് എന്തോ ഒരു ഉദ്ധരണി പറഞ്ഞു. അത് ഇദ്ദേഹം പറഞ്ഞതാണെന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കാർക്കും മനസ്സിലായില്ല. കാരണം അങ്ങനൊരു മഹാനെ ആരും കേട്ടിട്ടില്ല. പുള്ളി ഒരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളി ആളുകളെയൊക്കെ ശ്രദ്ധിക്കുമല്ലോ. പിടികിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ പ്രോവിസിയോ മറ്റൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾ പല സാധനങ്ങളും വാങ്ങാനായിട്ട് കൊട്ടേഷൻ ക്ഷണിക്കുകയും അങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തിരുന്നത്. അപ്പം ഞങ്ങളെപ്പോഴും ഈ ലോവസ്റ്റ് കൊട്ടേഷൻ നോക്കി അതാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കൊട്ടേഷൻ ഉപയോഗിച്ചതെന്ന്. ഉദ്ധരണി മനസ്സിലായില്ല. ഉദ്ധരണി ലോവസ്റ്റ് കൊട്ടേഷൻ. ഏതായാലും ചൈന വലിയ ആനയാണ് ചേരയാണെന്ന് പറഞ്ഞിരുന്നവർക്ക് ഇപ്പൊ മിണ്ടാട്ടമില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ചൈന തുറന്നു വെച്ച് നിൽക്കുകയാണ് ഷീ ജിൻപിങ്. അതെ, ഇങ്ങനെയുള്ള ബേബി അദ്ദേഹത്തിന് ഒരു അനുശോചന സന്ദേശം അടിയന്തരമായിട്ട് അയക്കണം. അതെ, ഞാൻ ദുഃഖിക്കുന്നു. ഇങ്ങനെയുള്ള ചൈന ഇന്ത്യയോട് മുട്ടാൻ വന്ന ചൈനയുടെ പണി തീർന്നു പോലോ. പണിതീരുന്ന നമ്മുടെ വിദഗ്ധരും ഒക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവർക്കും ഒരു ബോധ്യം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.